ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു കവിത പഠിക്കാൻ പോവാട്ടോ. നമ്മുടെ കവിതൻ്റെ പേരാണ് ബയ ഹമാരി ചിടിയാറാനി. ബയ ഹമാരി ചിടിയാറാനി. ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു കവിത എഴുതിയത് മഹാദേവി വർമ്മയാണ്. ഓക്കെ, മഹാദേവി വർമ്മ. ബയ ഹമാരി ബയ എന്ന് പറഞ്ഞാൽ തൂക്കണാങ്കുരുവിയാണ് കേട്ടോ. തൂക്കണാങ്കുരുവിനെ കണ്ടിട്ടുണ്ടോ? അതാണ് കേട്ടോ. ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഒരു കവിത പഠിക്കാൻ പോവാട്ടോ. നമ്മുടെ കവിതൻ്റെ പേരാണ് ബയ ഹമാരി ചിടിയാറാനി. ബയ ഹമാരി ചിടിയാറാനി. ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് മഹാദേവി വർമ്മയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ബയ? നമുക്കൊക്കെ അറിയോ ബയ? ഇതാണ് കേട്ടോ വീവർ ബേർഡ്. കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ മരത്തിലൊരു കൂടൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയുള്ള കൂടൊക്കെ ഉണ്ടാക്കുന്നൊരു പക്ഷിയാണ് ബയ. വീവർ ബേർഡ്, തൂക്കണാങ്കുരുവി എന്ന് പറയും. ഓക്കെ, ബയ ഹമാരി ചിടിയാറാണി. തൂക്കണാങ്കുരുവി നമ്മുടെ ചിടിയാറാണിയാണ്, പക്ഷികളുടെ റാണി എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ, കവിതൻ്റെ പേര്. ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് മഹാദേവി വർമ്മയാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന മഹാദേവി വർമ്മയാണ് നമ്മുടെ ബയ ഹമാരി ചിടിയാറാണി എന്ന കവിത എഴുതിയത്. ഓക്കെ, ഇപ്പം നമുക്ക് കവിത ഡിസ്കസ് ചെയ്യാം അല്ലേ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ എന്താണ്? ബയ ഹമാരി ചിടിയാറാണി തിൻകെ ലാക്കർ മഹൽ ബനാത്തി ഊഞ്ചി ढालों पर लटकाती गेतों से फिर दाना लाती നദിയോം സേ ഭർ ലാത്തി പാനി. ബയ, ബയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വീവർ ബേർഡ് അല്ലേ, തൂക്കണാങ്കുരുവി. ബയ ഹമാരി ചിടിയാറാണി, തൂക്കണാങ്കുരുവി നമ്മുടെ പക്ഷിറാണി. തിൻകെ ലാക്കർ മഹൽ ബനാത്തി. തിൻകെ എന്ന് പറഞ്ഞാൽ പുൽനാമ്പുകൾ. ലാക്കർ മഹൽ ബനാത്തി, പുൽനാമ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് കൊട്ടാരം ഉണ്ടാക്കുന്നു. മഹൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം. ആ പക്ഷീൻ്റെ കൂടിനാണ് കേട്ടോ കൊട്ടാരം എന്ന് പറയുന്നത്. ഊഞ്ചി ढालों पर लटकाती, എന്നിട്ട് കൊട്ടാരം ഉണ്ടാക്കിയിട്ട് കൂടെ എവിടെ തൂക്കിയിടുക? ഊഞ്ചി ढालों पर, ഉയർന്ന കൊമ്പിൽ ലഡ്കാത്തി തൂക്കിയിടുന്നു. ഗേത്തോം സേ ഫിർ ദാനാലാത്തി, എന്നിട്ട് കൂടൊക്കെ സെറ്റായിട്ട് ഗേത്തോം സേ, വയലിൽ നിന്ന്, ഫിർ ദാനാലാത്തി, പിന്നീട് ധാന്യങ്ങൾ കൊണ്ടുവരുന്നു. നദിയോം സേ ഭർ ലാത്തി പാനി, നദികളിൽ നിന്ന് നിറയെ വെള്ളം കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ തൂക്കണാങ്കുരുവി പുൽനാമ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് കൊട്ടാരുണ്ടാക്കും. എന്നിട്ടത് നല്ല ഉയരത്തിലുള്ള കൊമ്പിൽ തൂക്കിയിടുന്നു. എന്നിട്ട് അതിൻ്റെ ശേഷം വയലുകളിലൊക്കെ പോയിട്ട് ധാന്യങ്ങൾ കൊണ്ടുവരുന്നു. നദികളിൽ പോയിട്ട് വെള്ളം കൊണ്ടുവരുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ കേട്ടോ. ഇനി സെക്കൻഡ് സ്റ്റാൻസിൽ എന്താ പറയുന്നത്? തുജുക്കോ ദൂർ ന ജാനെ ദേംഗെ ദാനോം സേ ആംഗൻ ഭർ ദേംഗെ ഔർ ഹൗസ് മേം ഭർ ദേംഗെ ഹം മീഠ മീഠ ഡണ്ട പാനി. തുജുക്കോ ദൂർ ന ജാനെ ദേംഗെ. തുജുക്കോ, നീ ദൂരെ പോകരുത്, നീ എന്നെ ദൂരെ പോകാൻ അനുവദിക്കില്ല. ദാനോം സേ ആംഗൻ ഭർ ദേംഗെ, ധാന്യങ്ങൾ കൊണ്ട് മുറ്റം നിറയ്ക്കാം. നിനക്കുള്ള ധാന്യങ്ങളൊക്കെ ഞാൻ മുറ്റത്ത് നിറച്ച് തരാം, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ദൂരെ പോവണ്ട. ഔർ ഹൗസ് മേം ഭർ ദേംഗെ ഹം, ഒരു വലിയ പാത്രത്തിൽ നിറച്ച് തരാം. മീഠ മീഠ ഠണ്ട പാനി, നല്ല മധുരമുള്ള തണുത്ത വെള്ളം ഒരു വലിയ പാത്രത്തിൽ നിറച്ച് തരാം. ഓക്കെ, അപ്പോൾ ആ രണ്ട് കുട്ടികൾ പക്ഷിനോട് പറയാണ് കേട്ടോ. ആ രണ്ട് കുട്ടികൾ പക്ഷിനോട് സംസാരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കവിത ഉള്ളത്. അപ്പോൾ അവർ പറയാണ്, നിന്നെ ദൂരെ പോകാൻ അനുവദിക്കില്ല, അതിൻ്റെ പകരം നിനക്ക് ധാന്യങ്ങൾ നിറയെ, മുറ്റത്ത് നിറച്ച ധാന്യങ്ങൾ നിറച്ച് തരാം, വലിയ പാത്രത്തിൽ വെള്ളമൊക്കെ നിറച്ച് തരാമെന്ന് പറയാണ്. ഓക്കെ, മുറ്റത്ത് നിറയെ ധാന്യങ്ങളും വലിയ പാത്രത്തിൽ വെള്ളമൊക്കെ തരാമെന്ന് കുട്ടികൾ പക്ഷിനോട് പറയാണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് കുട്ടികൾ പറയുന്നത്?
फिर अंडे से ये घी तू जब निकलेंगे नन्हे बच्चे तब हम आकर भारी भारी से कर लेंगे उनकी निगरानी. ഫിർ അണ്ടേ സേ യേഖി തൂച്ചബ്. പിന്നീട് നീ മുട്ട അടയിരിക്കാനാവുമ്പോൾ മുട്ട വിരിക്കാനാവുമ്പോൾ നിക്കലേങ്കി നെന്നെ ഭച്ച് തബ്. എന്നിട്ട് മുട്ട അടയൊക്കെ ഇരുന്ന് നിൻ്റെ കുട്ടികൾ കുഞ്ഞു കുട്ടികൾ പുറത്ത് വരുമ്പോൾ ഹം ആക്കർ ബാരി ബാരിസെ ഞങ്ങൾ വന്നിട്ട് അതിനെ ഓരോരുത്തരായിട്ട് കർ ലേങ്കെ ഉൻകി നിഗരാനി അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തോളാം. അപ്പോൾ ഈ കുട്ടികൾ പറയാണ് നീ മുട്ടയൊക്കെ അടയിരുന്ന് നിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് വരുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് മാറി മാറി വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തോളാം അതിൻ്റെ സംരക്ഷണം അതിനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാണ്. ഓക്കെ, മുട്ടയൊക്കെ അടയിരുന്ന് ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അതിനെ നോക്കിക്കോളാം എന്ന് പറയാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റാൻസ. ഫിർ ജബ് उनके पर निकलेंगे उठ जाएंगे भया बनेंगे हम तब तेरे पास रहेंगे तू रोना मत चिड़िया റാണി ഭയാ ഹമാരി ചിടിയാ റാണി. ഇനി എന്താണ് ലാസ്റ്റ് സ്റ്റാൻസയിൽ കുട്ടികൾ പറയുന്നത്? ഫിർ ജബ് ഉൻകെ പർ നിക്കലേങ്കെ പിന്നീട് നിൻ്റെ ചിറക് മുളക്കുമ്പോൾ പിന്നീട് നിൻ്റെ കുട്ടികൾക്ക് അവർക്ക് ചിറക് മുളക്കുമ്പോൾ ഉഡ് ജായേങ്കെ ഭയാ ഭനേങ്കെ ചിറകൊക്കെ മുളച്ചങ്ങനെ അവർ പുറത്ത് വരും അല്ലേ. എന്നിട്ട് അവർ ഉഡ് ജായേങ്കെ ഭയാ ഭനേങ്കെ അവരെന്താവും വലിയ തൂക്കണാങ്കുരുവിയായിട്ട് ഇങ്ങനെ പറന്നു പോവും. ഹം തബ് തേരെ പാസ് രഹേങ്കെ അപ്പം ഞങ്ങൾ എന്താവും നിൻ്റെ അടുത്തുണ്ടാവും. തൂ രോനാ മത് ചിടിയാ റാണി നീ കരയരുത് ചിടിയാ റാണി ഭയാ ഹമാരി ചിടിയാ റാണി ഭയാ ഹമാരി തൂക്കണാങ്കുരുവി പക്ഷിരാജ്ഞി. ഓക്കെ, അപ്പം ഈ ഒരു ചാൻസിൽ പറയുന്നത് ആ കുട്ടികളൊക്കെ വലുതാവൂലേ, കുട്ടികൾക്ക് ചിറകൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ ചിറകൊക്കെ മുളച്ച് വരുമ്പോൾ അവരെന്ത് ചെയ്യും? തൂക്കണാങ്കുരുവിയായിട്ട് ഇങ്ങനെ കുറച്ച് പറക്കൂലേ, ഇങ്ങനെ മുകളിലേക്ക് പറന്നു പോവും. അപ്പോൾ ഞങ്ങൾ എന്തുണ്ടാവും? നിൻ്റെ കൂടെ ഉണ്ടാവും. നീ കരയരുത് ചിടിയാറാണി ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഈ ഒരു കുട്ടികൾ പക്ഷിനോട് പറയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു തൂക്കണാങ്കുരുവി എന്തൊക്കെയാണ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. പിന്നെയുള്ള സ്റ്റാൻസയിലൊക്കെ ഈ തൂക്കണാങ്കുരുവിനോട് ആ കുട്ടികൾ സംസാരിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ കവിത എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.